ഉം. അത് മോക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളത്. അത് എന്റെ മരുമോളും കുഞ്ഞുമാണ്. 1983 മരുമോള് ജനിച്ചത്. മോള് 2013 ഡിസംബറിൽ. മോള് 8th മന്തിലാണ് പ്രസവിച്ചത്. വലിയ പ്രയാസമായിരുന്നു. എന്നിട്ട് കുറെ നാള് NIC-യിലൊക്കെ കിടന്നാണ് കുഞ്ഞിനെ കിട്ടിയത്. ഇപ്പൊ അവള് 11 വയസ്സായി. അവിടെയാണ്, UK-യിലാണ്. വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. അപ്പൊ ഇങ്ങനെ ബ്രദർ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ് ഞാനത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണോ? തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. കർത്താവ് ഇന്ന് വലിയൊരു പ്രവൃത്തി നടക്കാൻ വേണ്ടി പോകണം. അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തിന് ചില സാക്ഷ്യങ്ങളെ ദൈവം തുറക്കാൻ വേണ്ടി പോവാണ്. ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ കേട്ടോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, ഹലോ. പറഞ്ഞു സിസ്റ്റർ, പറഞ്ഞു. ഇന്നലെ നീതുവിന് അഞ്ജുവിന് ഒരാലോചന പറഞ്ഞിരുന്നു. നീതു എന്റെ മകളാണ്, അഞ്ജു അവളുടെ അനിയന്റെ ഭാര്യയാണ്. ഏറ്റെടുത്ത് സിസ്റ്ററെ, കർത്താവ് അതിന്റെ മേൽ സാക്ഷ്യമായി തുറക്കും കേട്ടോ. അതുപോലെ ബ്രദറെ, കിട്ടില്ല ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ. പറഞ്ഞു ഹലോ പറഞ്ഞു ഒരുമിച്ച് പറയല്ലേ. പറഞ്ഞല്ലോ, കണ്ടിന്യൂ. ഹലോ ബ്രദറെ, എനിക്കൊരു സാക്ഷ്യമുണ്ട്. എനിക്ക് 2-3 ദിവസത്തിന് മുമ്പ് എന്റെ ഹസ്ബൻഡ് ഹാർട്ട് പേഷ്യന്റ് ആണ്. അതിന്റെ കൂടെ അദ്ദേഹത്തിന് ലൂസ് മോഷനും വന്ന് വളരെ വേദനയാല് വളരെ ഭാരപ്പെട്ട് ഞങ്ങള് കുടുംബമായിട്ട് വളരെ ഭാരപ്പെട്ട് കഴിയുമായിരുന്നു. അപ്പോഴും ഞങ്ങൾ അവിടെ, എനിക്ക് ഇതിന്റെ ഒരു ലിങ്ക് എനിക്കൊരു സിസ്റ്റർ അയച്ചു തന്നു. ഞാൻ ആ ലിങ്കിൽ കയറി, സൂം മീറ്റിങ്ങിൽ കയറി. അപ്പൊ ഞാൻ അത് മീറ്റിങ്ങിൽ ഇരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ പിറ്റേന്ന് രാവിലെ അജിത സിസ്റ്ററെ വിളിച്ചു, ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു. പിന്നെ എന്നോട് പറഞ്ഞു ഗ്ലാസ്സിൽ വെള്ളം എടുക്കാൻ പറഞ്ഞ് സിസ്റ്റർ അതിനകത്ത് കൈ വെക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ എന്റെ വിരൽ ആ വെള്ളത്തിനകത്ത് തൊട്ടു. സിസ്റ്റർ അവിടെ പ്രാർത്ഥിച്ചു, ഞാനും ഇവിടെ പ്രാർത്ഥിച്ചു. ഞാൻ ആ വെള്ളം എന്റെ ഹസ്ബൻഡിന് കൊടുത്തു. വലിയ അത്ഭുതം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു. ആ ലൂസ് മോഷൻ നിന്നു. അതിനുശേഷം വയറിന് വേദന ഉണ്ടായിരുന്നു, അത് നിന്നു. ആ ഹാർട്ടിന് എന്നും വേദനയായിരുന്നു. എന്നും വേദന വരുമ്പോൾ നാക്കിനടി ഗുളിക വെക്കുമായിരുന്നു. പക്ഷെ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇന്ന് ഈ സമയം വരെ അദ്ദേഹത്തിന് ആ വേദന വന്നിട്ടില്ല. സൗഖ്യം ഞങ്ങൾക്ക് തന്നു. ആമേൻ. കർത്താവ് അങ്ങ് തൊട്ട കൃപയ്ക്ക് നന്ദി. രോഗത്തെ അങ്ങ് വിടിവിച്ച കൃപയ്ക്ക് നന്ദി. സൗഖ്യം കൊടുത്ത കൃപയ്ക്ക് തക്ക സമയത്ത് പ്രാർത്ഥിക്കാൻ കർത്ത കൃപ കൊടുത്തല്ലോ. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ രോഗസൗഖ്യം അനേകരോട് പറയണം. യേശു ഞങ്ങളെ സൗഖ്യമാക്കിയെങ്കിൽ നിങ്ങളെയും സൗഖ്യമാക്കും എന്നോട് പറയണം. കർത്താവ് പ്രവർത്തിക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ, യേശുവിന്റെ നാമത്തിൽ തന്നെ. പ്രാർത്ഥന വിഷയം കൂടെ, പ്രാർത്ഥന വിഷയം സിസ്റ്റർ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അത്ഭുതം നടന്നു കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഏത് ഭാരവും അത്ഭുതം നടന്നു കഴിഞ്ഞു. ഇന്നു മുതൽ പറഞ്ഞു കർത്താവ് ആ സാക്ഷ്യം തന്നതിന് നന്ദി തന്നെ പറഞ്ഞു കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. പറഞ്ഞു, ഉറക്കെ പറഞ്ഞു, ഉറക്കെ പറഞ്ഞു. ആദ്യമായിട്ട് 15-ാം തീയതിയാണ് പാസ്റ്റർ മെസ്സേജ് ഞാൻ കാണുന്നത്. യേശു ക്രിസ്തു സൗഖ്യമാക്കും. അപ്പൊ പെട്ടെന്ന് ദൈവം എനിക്ക് തന്നതായിട്ട് ഞാൻ കണ്ടു. ഞാനത് കുറച്ച് സമയം കേട്ട്. അപ്പൊ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട്, ചെറിയ മക്കളുണ്ട്, മകന്റെ മക്കൾ. അപ്പൊ കേട്ടാൻ പറ്റില്ല. അപ്പൊ രാവിലെ അത് കേട്ടാ നിന്ന. അപ്പൊ എനിക്ക് പുറത്ത് വേദന ഉണ്ടായിരുന്നു. ഒരു ഭാഗം ഇങ്ങനെ ഇടത് വശത്ത് ഭയങ്കര വേദനയായിട്ട് ഞാൻ ഭാരപ്പെട്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഒരുപാട് ജോലിയുണ്ട് വീട്ടിൽ. 2 കുഞ്ഞുങ്ങളെ നോക്കണം, സുഖമില്ലാത്തൊരു ഭർത്താവുണ്ട്. അപ്പൊ ഞാൻ ദൈവമേ, ഇതെങ്ങനെ എനിക്ക് ഇന്ന് എന്ത് ജോലിയൊന്നും എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇന്നൊരു സാക്ഷ്യം കേട്ടു, ഒരു സഹോദരി പറയുന്നത്, വേദനന്റെ സാക്ഷ്യം. അപ്പൊ ഞാൻ ആ നിമിഷം തന്നെ ഞാൻ ആ പ്രാർത്ഥന ഏറ്റെടുത്ത് ഞാൻ പറഞ്ഞു, കർത്താവെ, ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യം ഉളവാക്കും എന്ന് പറഞ്ഞു. അത് എന്റേതാണ് എന്ന് പറഞ്ഞു. സിസ്റ്റർ കേൾക്കുന്നില്ല. സിസ്റ്റർ കേൾക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നില്ല. എന്നാ എനിക്ക് ഇവിടെ ഓഡിയോ കട്ട്. ആ നിമിഷം തന്നെ എനിക്ക് സൗഖ്യം തന്നു ദൈവം. ഓക്കെ, സിസ്റ്റർ പറഞ്ഞത്, സിസ്റ്റർക്ക് എത്ര നാളുടെ ബുദ്ധിമുട്ടാണ് സിസ്റ്റർ? എത്ര നാളുടെ വേദന ഉണ്ടായിരുന്നു? എത്ര നാളുടെ വേദന? 3-4 ദിവസം ആയില്ലല്ലോ. 3-4 ദിവസം ആയിട്ടല്ലോ. അപ്പൊ ആ കുഞ്ഞിന് മോളുണ്ട്. ആ മോളെ ഇങ്ങനെ എടുക്കുക എന്താ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പുറത്തുനിന്ന് ഭയങ്കര വേദനയായിരുന്നു. അപ്പൊ ഞാനിത് കാണാനിടയായി. രാവിലെ എഴുന്നേറ്റ് ഇത് രാത്രി കുറച്ച് കേട്ട് അതിന്റെ ബാക്കി രാവിലെ തന്നെ എഴുന്നേറ്റ് എന്നിട്ട് ജോലി ചെയ്യാന്ന് കരുതി. അപ്പൊ അത് കിടക്കാൻ തന്നെ അത് കേട്ട് ആ സമയത്ത് തന്നെ ദൈവം ഒരു അത്ഭുതം ചെയ്തു. ഇത് വലിയൊരു സാക്ഷി സിസ്റ്റർ പറഞ്ഞത്. 3-4 ദിവസമായിട്ട് ആ വേദന ഉണ്ടായിരുന്നു.
അത് സിസ്റ്റർ എന്ത് ചെയ്തു? അത് ഏറ്റെടുത്ത സമയത്ത് തന്നെ, അത് മറ്റൊരു സഹോദരി സാക്ഷ്യം പറയായിരുന്നു. അതെ, നിങ്ങൾ കേട്ടോണം. അപ്പൊ നിങ്ങൾ ഈ സാക്ഷ്യം പറഞ്ഞവരെ കേട്ടോണം. നിങ്ങളുടെ സാക്ഷ്യം കേട്ടിട്ട് ആ സഹോദരി വിശ്വാസത്താൽ കൈയെടുത്ത് വെച്ചു. അപ്പോൾ തന്നെ ആ വേദന ശരീരത്തിൽ നിന്ന് മാറി ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കുന്ന സിസ്റ്റർ പറഞ്ഞല്ലോ. ആ കേട്ടത് എന്റെ സൗഖ്യത്തിന് വേണ്ടിയും കൂടെ അന്ന് വിശ്വസിച്ചപ്പോൾ ആ നിമിഷം സാക്ഷ്യം സൗഖ്യമായിട്ട് മാറി. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. അനേക രോഗികളെ കാണുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ ഇത് വരണം. എന്നെ സൗഖ്യമാക്കിയ യേശുവിന്റെ മുറിവ് ഈ വ്യക്തിയെയും സൗഖ്യമാക്കും എന്നൊരു ചിന്ത ഉള്ളത്തിൽ നിറയണം. അനേർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യേശു അത്ഭുതം ചെയ്യും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. സാക്ഷിയുണ്ട് ബ്രദറെ, എനിക്കൊരു സാക്ഷി പറയാനുണ്ട്. പറഞ്ഞു ബ്രദറെ, പറഞ്ഞു. എന്റെ ഹസ്ബൻഡ് ഇന്നലെ പോയി ATM ന്ന് ഇച്ചിരി പൈസ എടുക്കാൻ പോയി. എടുക്കുന്ന വഴിക്ക് ആ മെഷീൻ കേടായിട്ട് അത് കിട്ടിയില്ല. വളരെ ഭാരപ്പെട്ട സങ്കടത്തോടെ ഭവനത്തിൽ വന്നിരുന്നു. ആ പോയ സമയത്ത് ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പൊതുവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വിഷമിച്ച് ഇവിടെ വന്ന് സങ്കടത്തോടെ പറഞ്ഞു, ഞങ്ങളിങ്ങനെ രണ്ടുപേരും കൂടി ഇനി എന്ത് ചെയ്യും, എന്റെ വീട്ടിൽ ഇച്ചിരി ഞെരുക്കമുണ്ട്, ആ പൈസ ഉണ്ടെങ്കിലേ ഒക്കത്തോളൂ. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഞങ്ങൾക്ക് 5000 രൂപ മിറക്കിൾ മണി കിട്ടാനിടയായി. ദൈവം അനുഗ്രഹിച്ച് ഞങ്ങളെ ആ ബുദ്ധിമുട്ടിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തി. നന്ദി ആമേൻ. കർത്താവേ. ദൈവം തുറന്ന മിറക്കിൾ പണിക്കാനും നിങ്ങൾ ഈ ദിവസങ്ങളിൽ കടഭാരമൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കും. കർത്താവേ, ആകാശത്തു നിന്ന് മന്ന കൊഴിച്ചതുപോലെ മീന്റെ വായിൽ ദൈവം നന്മ ഒളിപ്പിച്ചതുപോലെ എനിക്ക് വേണ്ടി മിറക്കിൾ മണി, അത്ഭുതകരമായ സമ്പത്ത് എനിക്ക് വേണ്ടി തുറക്കുമെന്ന് പ്രാർത്ഥിച്ചു. ദൈവം നിങ്ങളുടെ മുമ്പിൽ തുറന്നിരിക്കും. നിങ്ങളുടെ അവകാശമാണ്. ധനവും മാനവും പുരാതന സമ്പത്തും നിങ്ങളുടെ അവകാശമാണ്. സാമ്പത്തിക അനുഗ്രഹം നമ്മുടെ അവകാശമാണ്. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. തക്ക സമയത്ത് ദൈവം തുറന്ന കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദറെ, എനിക്കുണ്ടൊരു പറഞ്ഞു. കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ ഉറങ്ങുന്ന സമയത്ത് വെളുപ്പങ്കാലാവുന്നു ഞാൻ വിചാരിക്കുന്നു, മാലയുടെ കുളത്ത് ഊരിക്കിടക്കായിരുന്നു. ഞാൻ അറിഞ്ഞിരുന്നില്ല. ആരോ എന്റെ മേലിൽ കൈവെച്ച് മാലയിൽ കൈ കൊണ്ടുവന്ന് വെച്ചിട്ട് മാല ഇങ്ങനെ വലിച്ച് എന്റെ കയ്യിലേക്ക് ഊരി തന്നു. ഊരി തന്നെങ്കിലും ഞാനത് ചിന്തിക്കുന്നില്ല. അറിയുന്നുണ്ട് ഞാൻ പിന്നെ മാല എന്റെ കയ്യിലേക്ക് വരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കണേ, ഏഞ്ചൽ വിസിറ്റേഷൻ. ഞാൻ മിക്കപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, ഓഫീസിലിരിക്കുമ്പോഴും വീട്ടിലാണെങ്കിൽ ഇത്തിരി ഇത് വരുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ ഏഞ്ചൽ വിസിറ്റേഷൻ എനിക്ക് വേണം, എനിക്ക് കൂടെ നിന്ന് എന്നെ ഹെൽപ്പ് ചെയ്യണം. ഞാൻ അങ്ങനെ പല കാര്യങ്ങളും പ്രാർത്ഥിക്കാറുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ഏഞ്ചൽ വിസിറ്റേഷന്റെ ടോക്ക് കഴിഞ്ഞ പിന്നെയാണ് കേട്ടത്. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ വരുന്നത്, ദൈവമേ ഇതാരാ മാല കുളത്തൂരി കിടക്കുന്നത് എന്റെ കയ്യിലേക്ക് വിടിപ്പിച്ച് തന്നെ. വെളുപ്പങ്കലാവാറായിട്ടുണ്ടാവും. പെട്ടെന്ന് ഞാൻ 5 മണിയപ്പോ എഴുന്നേറ്റിട്ട് ഞാൻ ഡൈനിങ് ടേബിളിലേക്ക് മാല ഊരി വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ മാല കുളത്ത് ഊരി കിടക്കണം. ബാക്കിയൊന്നും ഞാൻ പറഞ്ഞില്ല, ഇതൊന്ന് ടൈറ്റ് ചെയ്ത് തരണം എന്ന് വെച്ചാൽ ബ്രദറിന്റെ ടോക്ക് കേൾക്കണതിന് മുമ്പൊക്കെ എന്റെ വിചാരമായിരുന്നത് പിന്നെ ഏഞ്ചൽമാര് നമുക്ക് കൂടെ നിന്ന് പ്രാർത്ഥിക്കണമെന്നവരതൊക്കെയായിരുന്നു ഞാൻ വിശ്വസിച്ചിട്ടിരുന്നത്. അതുകൊണ്ട് കൂടുതലൊന്നും പറഞ്ഞില്ല. എന്റെ കസിനോട് വിളിച്ചു പറഞ്ഞു, നമ്മുടെ മീറ്റിംഗിൽ കയറുന്നതാ. കസിനോട് ഞാൻ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി, ഏഞ്ചൽ വിസിറ്റേഷൻ ഉണ്ടായത്, ദൂതനാണ് എനിക്ക് എന്റെ മാല കുളത്തൂരി കിടക്കണത് കാണിച്ചു തന്നു. ഞാൻ അങ്ങനെ തന്നെ എഴുന്നേറ്റിരുന്ന് കർത്താവിനോട് നന്ദി പറഞ്ഞു. അതൊരു വലിയ സാക്ഷിയാണ്. കർത്താവിന് നന്ദി പറയുന്നു. അത് പറഞ്ഞു തന്ന ബ്രദർക്കും നന്ദി പറയണം യേശുവിന്റെ നാമം. തീർച്ചയായിട്ടും ക്രിസ്തു പറഞ്ഞാൽ ദൂതന്മാർ നമ്മളെ സഹായിക്കുന്നവരാണ്. ദൂതന്മാരുടെ സഹായം നമുക്കുണ്ട്. ക്രിസ്തു പറഞ്ഞു നമ്മുടെ നന്മകൾ നഷ്ടപ്പെട്ടു. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവരുടെ നന്മകൾ നഷ്ടപ്പെട്ടു പോയവരെ അവരുടെ ഭവനത്തിൽ തന്നെ തിരിച്ചു കൊണ്ട് വെച്ചിട്ടുള്ള ഒത്തിരി അനുഭവങ്ങൾ ദൂതന്മാരുമായി ബന്ധപ്പെട്ടതുണ്ട്. അപ്പൊ ഏഞ്ചലിക് വിസിറ്റേഷന് വേണ്ടിയൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഏഞ്ചലിക് എൻകൗണ്ടറുകൾക്ക് വേണ്ടി, കൂട്ടിമുട്ടലുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് അത് നിങ്ങൾ എന്ത് ചോദിക്കുന്നു അത് നിങ്ങളുടെ തുടർച്ചയായി ചുമ്മാ ചോദിച്ചൊന്നും മറന്നു പോകരുത്. തുടർമാനമായിട്ട് ദൈവസന്നിധിയിൽ എന്ത് ചോദിക്കുന്നോ ദൈവം അത് തുറന്നിരിക്കും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. പിന്നെയും പ്രാർത്ഥിക്കുക, നേരിൽ അവരെ കാണുവാനുള്ള കൃപ ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദറെ, റോണീഷ് എന്നാണോ പറഞ്ഞ എനിക്ക് കറണ്ട് പോയതുകൊണ്ട് റിനീഷ് എന്നാ സിസ്റ്റർ പറഞ്ഞത്. റിനീഷ് എന്ന് പറഞ്ഞത് സോറി, വേറൊരാളായിട്ട് എടുത്താണ് സിസ്റ്റർ ചെയ്ത് കേട്ടോ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷിയുള്ളൊരു? വേഗത്തിൽ പറഞ്ഞു. സാക്ഷ്യം പറയാൻ വേണ്ടിയായിരുന്നേ. പറഞ്ഞു.
പിന്നെ ഞാൻ കൊല്ലത്ത് മീറ്റിങ്ങിന് വന്നായിരുന്നു. ഈ കോട്ടയത്ത് ചില അസൗകര്യം കൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല. അന്ന് രണ്ട് ആലോചനകൾ പറഞ്ഞായിരുന്നു. ഒന്ന് ഞാൻ 3 ആമക്കളുണ്ടെന്ന് ഇതിനെ കുറിച്ചും പറഞ്ഞു. ഒന്ന് പുറയില് ഒരു സഹോദരി അലക്കല്ലിന്റെ അടുത്തിരിക്കുന്നത്, ആ ബക്കറ്റിന്റെ കളറും എല്ലാം പറഞ്ഞ് എന്നോട് ഇതുപോലെ ആലോചന പറഞ്ഞായിരുന്നു. അത് മോനെ കുറിച്ചായിരുന്നു അത് അന്ന് പറഞ്ഞത്. അപ്പം ഇന്ന് എനിക്ക് ആ മോനാണെങ്കിൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അവന് 2 വിഷയം കിട്ടാനുണ്ടായിരുന്നു. അപ്പം ആ വിഷയം എനിക്ക് അതിനെ കുറിച്ച് വലിയൊരു ഭാരമായിരുന്നു മനസ്സിൽ. പക്ഷെ ഭാരം വന്നപ്പോഴും എന്റെ മനസ്സിന് പോസിറ്റീവായിട്ടാണ് പിന്നെയും വന്നത്. ദൈവം യേശുവിന്റെ നാമത്തിൽ ഞാൻ അത്ഭുതം കാണും. കാരണം അത് അങ്ങനെ നെഗറ്റീവായിട്ട് വരാനൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്റെ മദറിലോ അന്ന് ഇവന്റെ എക്സാമിന്റെ തലേ ദിവസമാണ് മരിച്ചത്. അപ്പം അവന് പഠിക്കാനോ എടുക്കാനോ ഒന്നും പറ്റിയില്ല. അപ്പം അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. കാരണം എക്സാം എങ്ങനെ എഴുതും, ഏതെഴുതും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പരീക്ഷ നടക്കുന്നതുകൊണ്ട് തന്നെ ആ അടക്കവും എല്ലാം ആ ഒരു ദിവസം കഴിഞ്ഞാണ് നടത്തിയതൊക്കെ. അങ്ങനെ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും എന്റെ മനസ്സിൽ ഇങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടേയിരുന്നു, യേശുവിന്റെ നാമത്തിൽ ഞാൻ അത്ഭുതം കാണും. ഇന്നലെ മെനയാന്ന് അവന്റെ റിസൾട്ട് വന്നു, ആ വിഷയത്തില് പാസ്സായെന്ന് പറഞ്ഞുകൊണ്ട് എന്നാ ആലോചന ഞാൻ ഏറ്റെടുത്തു. ആ ആലോചനയുടെ ഒരു നിവൃത്തീകരണം ഉണ്ടായി. ആമേൻ. തീർച്ചയായിട്ടും ബ്രേസ് പറഞ്ഞത് കൊല്ലത്ത് നടന്ന പ്രാർത്ഥനയിൽ ദൈവാത്മാവ് അവരുടെ വീടും വീടിന്റെ ചുറ്റുവട്ടവും വീട്ടിലെ സാഹചര്യങ്ങളും പരിശുദ്ധാത്മാവ് വ്യക്തമായ അടയാളങ്ങളെ വെളിപ്പെടുത്തി. പ്രത്യേകിച്ച് മോന് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ വഴിത്തിരിവുണ്ടാകാൻ വേണ്ടി കർത്താവ് ഇന്നൊരു സാക്ഷ്യമാക്കി നിർത്തിയല്ലോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ദൈവം ആലോചന പറയുന്ന ദൈവം മാത്രമല്ല, അത് നമ്മുടെ മുമ്പിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? സാക്ഷ്യം പറയാനുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ബ്രദറെ പറഞ്ഞു. പുസലോൺ, ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ്. എൻ്റെ പേര് ലിസിയമ്മ. ബ്രദറെ, ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മുടെ ട്രിവാൻഡ്രം ജനറൽ ഹോസ്പിറ്റലിൽ രോഗികളെ കാണുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ദൈവം എനിക്ക് കൃപ തന്നു. കണ്ണ് ശരിക്കും വായിക്കാനൊന്നും അറിയില്ലാത്തവർക്ക് കണ്ണിന് 2 പേർക്ക് വായിക്കാനും കാഴ്ച കിട്ടി അവർ വായിക്കുകയൊക്കെ ചെയ്തു. ഞാൻ ഒരു അത്ഭുതങ്ങളുടെ താക്കോൽ എന്ന് പറഞ്ഞ് നമ്മുടെ PG വർഗീസ് അങ്കിളിന്റെ 2-3 പുസ്തകം ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അത് ഞാൻ കൊണ്ടുപോയി അവർക്ക് കൊടുത്തു. അത് അവർ അവിടെ ഇരുന്ന് വായിച്ചു. അങ്ങനെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരോട് സംസാരിക്കാനും യേശുവിനെ കുറിച്ച് പറയാനൊക്കെ എനിക്ക് അവസരം കിട്ടി. ഇനിയും ഞാൻ മിക്ക ദിവസങ്ങളിലും ഞാൻ പോകും. അതിന് കർത്താവ് അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും കർത്താവ് ഇനിയും ചെയ്യുക. പറഞ്ഞ തന്നെ നിങ്ങളെ സാക്ഷ്യം കേട്ടല്ലോ. സഹോദരി പോയി വിസിറ്റ് ചെയ്തു. കണ്ണാടി വെച്ച് വായിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു. അവൾക്ക് കാഴ്ച ലഭിക്കുവാൻ ഇടയായി തീർന്നു. ഇത് വലിയൊരു സാക്ഷ്യമാണ് സിസ്റ്റർ. ഇനിയും അനേകടങ്ങൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു, നിങ്ങളെ നിർബന്ധിക്കുന്നു, സുവിശേഷവുമായിട്ട് നിങ്ങൾ ഓടുക. ചുമ്മാ പോകുകയല്ല, നിങ്ങൾ പോയി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കരത്തിലൂടെ അത്ഭുതങ്ങൾ നടക്കും. ദൈവം നിങ്ങളോട് പ്രവചിക്കുവാൻ പറയും. ഹൃദയത്തിൽ കൃപാവരങ്ങൾ ജ്വലിക്കും. എല്ലാവരോടും കൂടെ ഞാൻ പറഞ്ഞേക്കുന്നത്, പെരക്കകത്തിരുന്നാൽ കാണാൻ പറ്റത്തില്ല, പുറത്തിറങ്ങുക. ഇനി പുറത്തിറങ്ങാൻ പറ്റാതെ ഫോൺ വിളിച്ചെങ്കിലും ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം ഇടപെടും. ഗോഡ് ബ്ലസ് യു. ഞാൻ ഇന്ന് തൽക്കാലത്തേക്ക് നമ്മുടെ പ്രാർത്ഥനകളും സാക്ഷ്യങ്ങളും ഒന്ന് നിർത്തുവാണ്. ഇന്ന് യൂട്യൂബിലും ഫേസ്ബുക്കിലും മുന്നിൽ ഇനി കാണാൻ പോകുന്നവരെ എല്ലാം ഓർത്ത് നന്ദി പറയുന്നു. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന ഈ മാർച്ച് മാസം നടക്കാൻ പോകുന്ന UK നടക്കാൻ പോകുന്ന പ്രാർത്ഥനകളെ ഓർത്ത് പ്രാർത്ഥിക്കുക. വെറുതെ കൂടി വരിക മാത്രമല്ല, ഈ പട്ടണത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എങ്ങനെയെങ്കിലും നമുക്കൊരു കൂട്ടായ്മ തുടങ്ങുവാന്നൊരു ആശയമൊന്നുമല്ല. അങ്ങനെ ഓർത്ത് ആരും വരരുത്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് കർത്താവിൽ വളരുവാൻ, പരിശുദ്ധാത്മാവിൽ കൂടുതൽ നിറയപ്പെടുവാൻ, ആത്മതലങ്ങളെ രുചിക്കുവാൻ, എക്സ്പീരിയൻസുകൾ ഉണ്ടാകുവാൻ, ഏഞ്ചലിക് വിസിറ്റേഷനുകൾ ഉണ്ടാകുവാൻ, ക്രിസ്തുവിൽ വളരുവാൻ, ലോകത്തിൽ അനേകർക്ക് ഒരു സാക്ഷിയാകുവാൻ. അനേകരെ ഇന്ന് സിസ്റ്റർ പറഞ്ഞില്ലേ, ഇന്ന് വചനം കേട്ട് ബലപ്പെട്ടത് കൊണ്ടല്ലേ ആ ഹോസ്പിറ്റലിൽ പോകുവാനും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും സൗഖ്യങ്ങൾ കാണാൻ പറ്റിയത്. ഇനി വളരുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കും.
പ്രാർത്ഥിക്കത്തക്ക തുടക്കമാണ്. ദൈവം അനുവദിച്ചാൽ നമുക്ക് ഓഗസ്റ്റിൽ വീണ്ടും കേരളത്തിൽ വെച്ച് കാണാം. പ്രാർത്ഥിക്കുക, കർത്താവിൻ്റെ ഹിതം പോലെ നടക്കട്ടെ. എൻ്റെ പ്ലാനല്ല, നിങ്ങളുടെ പ്ലാനല്ല. എൻ്റെ കർത്താവ് എന്നെ ട്രിവാൻഡ്രം കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദൈവം വെളിപ്പെടുത്തിയതാണ്. ഇപ്പോൾ ട്രിവാൻഡ്രത്തുള്ളവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് നേരിൽ കാണാം. നിങ്ങൾ ഇതിനു വേണ്ടി പ്രയത്നിക്കുക, അനേവരോട് പറയുക. ഒരു കൂട്ടായ്മ നടക്കുന്നുണ്ട്, വരിക. യേശു അത്ഭുതം ചെയ്യും. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ബാക്കിയുള്ള സ്ഥലങ്ങളെപ്പറ്റി ഡീറ്റെയിൽസുകൾ പിന്നീട് പറയുന്നതായിരിക്കും. കർത്താവിൽ ഈ നിമിഷം പോലെ പ്രാർത്ഥിക്കുക. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും, വൻ പ്രവർത്തികളെ കർത്താവ് ചെയ്യും. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. തളർന്നു പോകരുത് കേട്ടോ, തകർന്നു പോകരുത് കേട്ടോ, സങ്കടപ്പെട്ട് പോകരുത് കേട്ടോ, പിന്മാറി പോകരുത് കേട്ടോ. മുന്നോട്ട് നമുക്ക് ഒരുമിച്ചോടാം. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്.